നമസ്കാരം. വാവർ പള്ളിയിലേക്ക് സ്ത്രീകളെ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ എന്തോ ഭൂകമ്പമുണ്ടാകുമെന്ന് വിചാരിച്ച ചിലർക്ക് അവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയിരിക്കുകയാണ്. മഹല്ല് കമ്മിറ്റിയുടെ യഥാർത്ഥ പ്രസ്താവനകൾ മുന്നോട്ട് വന്നതോടുകൂടി കാര്യങ്ങളിലെ ഗൗരവം മനസ്സിലാക്കി പിന്നോട്ട് പോയിരിക്കുകയാണ് അണിയറയിൽ നീക്കം നടത്തിയ ചിലർ. എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിച്ചതല്ലേ, ഇനി മുസ്ലിം പള്ളികളിലും സ്ത്രീകൾ പ്രവേശിക്കട്ടെ, എന്നാൽ മാത്രമേ അവരും ഞങ്ങളോടൊപ്പം ഉണ്ടാകൂ എന്ന് ചിന്തിച്ചവർക്ക് കനത്ത തിരിച്ചടി തന്നെയായിരുന്നു ഇന്നലെ രാത്രി നടന്ന ചില നാടകീയ സംഭവങ്ങൾ. ആ നാടകീയ സംഭവങ്ങൾക്ക് മുന്നിൽ വേറൊരു നാടകം കളിക്കാൻ വിചാരിച്ച ചിലർക്ക് കണക്കുകൂട്ടലുകൾ പിഴച്ച് ഒടുവിൽ തെരുവ് നാടകമായി മാറിയ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വഴിതെറ്റിപ്പോയപ്പോൾ അവർക്കിനി ആശ്വസിക്കാൻ ഒരു കാര്യമേ ഉള്ളൂ. അതായത് അവരുടെ കേന്ദ്ര നേതാക്കൾ കേരളത്തിൽ വന്നാൽ മാത്രം ഇനി എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള ഒരു ധാരണയിൽ മാത്രമാണ് അവരിപ്പോൾ ഉള്ളത്. വാവർ പള്ളിയിലേക്ക് സ്ത്രീകൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല എന്ന മഹല്ല് പ്രസിഡന്റിന്റെ തീരുമാനത്തിന് മുന്നിൽ മുട്ടുമടക്കി പോയി കേരളത്തിലെ ഓരോ ജനതയും. എടുത്തു പറഞ്ഞത് തങ്ങളുടെ വിശ്വാസത്തിന് അനുസൃതമായിട്ടുള്ള ആചാരങ്ങൾക്ക് തങ്ങൾ എതിരെ നിൽക്കില്ല എന്നുള്ളതായിരുന്നു മഹല്ല് കമ്മിറ്റിയുടെ പ്രസ്താവന. ഈ പ്രസ്താവന എന്തുകൊണ്ടും മാതൃകാപരമായിട്ടുള്ള നീക്കം തന്നെയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എരുമേലി വാവർ പള്ളിയിലേക്ക് സ്ത്രീകളെ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ ചിലത് സംഭവിക്കുമെന്നും മുസ്ലിങ്ങൾ സംഘപരിവാറിനോടൊപ്പം നിൽക്കുമെന്നുള്ള ധാരണകൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി ഇന്നലെ രാത്രി തന്നെ നൽകാൻ വേണ്ടി സാധിച്ചു. എന്നാൽ ചില മാധ്യമങ്ങൾ ഇതിനെ എക്കാലത്തും, അതായത് എന്നും മുസ്ലിം വിരുദ്ധത മുന്നിലോട്ട് വെച്ചിരുന്ന ചില മാധ്യമങ്ങൾ വാവർ പള്ളിയിലേക്ക് സ്ത്രീകൾ കയറിയപ്പോൾ അത് ബ്രേക്കിംഗ് ന്യൂസാക്കി പുറപ്പെടുപ്പിച്ച് വലിയ വാർത്താ പ്രാധാന്യം നൽകി അതിനെ മുന്നിലോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും ആ കൊണ്ടുവരലിന് കൃത്യമായിട്ടുള്ള മറുപടി നൽകി എരുമേലി വാവർ മഹല്ല് കമ്മിറ്റി ശക്തമായി മുന്നോട്ട് വന്നപ്പോൾ പൊളിഞ്ഞത് ചിലരുടെ നാടകങ്ങളാണ്. ആ നാടകങ്ങൾക്ക് ഇനി സ്ഥാനമില്ല എന്നുള്ളത് ഇനിയെങ്കിലും അവർ വ്യക്തമാക്കിയാൽ നല്ലത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.